ഹാപ്പി ബ്രസ്റ്റ് ഫീഡിങ് വീക്ക്. ഈ ബ്രസ്റ്റ് ഫീഡിങ് വീക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഞാനൊരു ബ്രസ്റ്റ് ഫീഡിങ് മദറാണ്. ഈ ബ്രസ്റ്റ് ഫീഡിങ് വീക്കിൽ ഞാൻ എൻ്റെ സ്ട്രെങ്ത് ആണ് കാണുന്നത്. എന്നെപ്പോലെ ഒരുപാട് മദേഴ്സിന് ഈ സ്കൂളിൽ, കോളേജിൽ അങ്ങനെയുള്ള സ്ഥലത്ത് രാവിലെ തന്നെ പോയി വെയിൽ കാരണമോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ തലകറങ്ങി വീഴുന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പം ഞാൻ തന്നെ എന്നെ വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, എനിക്ക് ഒരിക്കലും എന്താ പറയുക, ഫുഡ് കഴിക്കാതെ രാവിലെ ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ലെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ പേഷ്യൻസ് പറയുന്നത് മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ തന്നെ എന്നെ ഒരു പ്രത്യേക ചിട്ടയിലും ഫുഡിലൂടെ കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ ഫങ്ഷൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ബട്ട് ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങിയ ശേഷം നൈറ്റ് ഫീഡ്സ് ഒന്നും ഉറക്കമില്ല. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ മൾട്ടിപ്പിൾ ഫീഡ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. തല കറങ്ങിയിരിക്കുമ്പോഴും ബേബിയെ ഫീഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ എന്നെ തന്നെ സെൽഫ് ലിമിറ്റ് ചെയ്ത ഒരുപാട് ചിന്തകൾ എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞു. പിന്നെ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മാത്രമല്ല, പമ്പ് ചെയ്യുന്ന മദേഴ്സ്, ഫോമില കൊടുക്കുന്നത്, ഇതൊന്നും അത്ര ഈസി അല്ല. ബിക്കോസ് ദേ ആർ വാട്ട് യു സേ, അവരുടെ ഉറക്കം അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഫുഡ് അവർക്ക് കഴിക്കാൻ സമയം കിട്ടില്ല, വാഷ്റൂം പോകാൻ ടൈം കിട്ടില്ല. ഇതെല്ലാം അവർ കഷ്ടപ്പെട്ട് അവർ ടൈമും ഇഷ്യൂ ഒക്കെ ആക്കിയിട്ടാണ് അവർ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബ്രസ്റ്റ് ഫീഡിങ് വീക്കിൽ ഒരുപാട് മദേഴ്സിൻ്റെ സ്ട്രെങ്ത് കാണുന്നു. ആക്ച്വലി പറയുകയാണെങ്കിൽ അവരെ ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ചിലപ്പോൾ നമ്മളത് കാണില്ലായിരിക്കും, പക്ഷേ ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഞാൻ എന്നെപ്പോലെ ഒരുപാട് മദേഴ്സിനെ ഈ ബ്രസ്റ്റ് ഫീഡിങ് വീക്കിൽ വിഷ് ചെയ്യുന്നു.